അഹമ്മദാബാദിൽ വിമാന ദുരന്തമുണ്ടായി 240-ലേറെ ആളുകൾ മരണപ്പെടുകയും വിമാനം പതിച്ച ഹോസ്റ്റൽ കെട്ടിടത്തിലുണ്ടായിരുന്ന കുറച്ച് വിദ്യാർത്ഥികളുടെ ദാരുണമായ മരണവും നമ്മളെ ഏറെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. ഒരുപാട് സ്വപ്നങ്ങളോടെ, ഒരുപാട് പ്രതീക്ഷകളോടെ ലണ്ടനിലേക്ക് വിമാനം കയറിയ ഇന്ത്യക്കാരും ബ്രിട്ടീഷുകാരും അടങ്ങുന്നവരും കുട്ടികളടക്കമുള്ളവർ ഒരു ഫ്ലൈറ്റ് ഉയർന്നു പൊങ്ങിയതിൻ്റെ 10 മിനിറ്റുകൾക്കകത്ത് വീണ്ടും തകർന്ന് തരിപ്പണമായി കത്തി അമരുന്ന പുക ഇങ്ങനെ പുറന്തള്ളപ്പെടുമ്പോൾ നമുക്ക് കേവലം ഒരു വീഡിയോ, ഒരു വാർത്ത മാത്രമല്ലേ അത്. നമ്മളെല്ലാം ഇരുത്തി ചിന്തിപ്പിക്കാനും നമുക്കുള്ള ഗുണപാഠങ്ങളും അതിനകത്തുണ്ട്. അത്ഭുതകരമായി അതിൻ്റെ എക്സിറ്റ് ഡോറിലൂടെ പുറത്തു ചാടാൻ കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ്റെ ആശുപത്രിയിലെ രംഗം നമ്മൾ കാണുകയുണ്ടായി. ഇത്രയും ആളുകൾക്കിടയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരേ ഒരാൾ. നാം എന്ത് പഠിക്കണം? അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ ആ മനുഷ്യന്റെ മരണത്തിന്റെ സമയമായിട്ടില്ല എന്നതാണ്. അതേ ഫ്ലൈറ്റിൽ കയറേണ്ടിയിരുന്ന ഒരു യാത്രക്കാരി അഹമ്മദാബാദിലെ ട്രാഫിക് ബ്ലോക്കിൽ പെട്ടുകൊണ്ട് വിമാനത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയാതെ പോയതിൻ്റെ നിരാശയോടെ എയർപോർട്ടിലിരിക്കുന്നവരുടെ മുമ്പിലാണ് ഈ വാർത്ത എത്തുന്നത്. അള്ളാഹുവിൻ്റെ വിധി അവർക്കെത്തിയിട്ടില്ല എന്നതിൻ്റെ പാഠമാണ് അവിടെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഇസ്ലാം, അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മളെ നിരന്തരമായി ഓർമ്മപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഏത് സമയവും ഏത് നിമിഷവും മനുഷ്യ നീ മരിക്കുമെന്ന ചിന്ത. അതിന് യാത്ര പോകണമെന്നില്ല, കപ്പൽ യാത്ര വേണമെന്നില്ല, വിമാനം വേണമെന്നില്ല, കാറിനകത്ത് കയറണമെന്നില്ല. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സും ബിഐ അർദിൻ തമൂത് ഇന്നല്ലാഹ അലീമുൻ ഖബീർ. സൂറത്തുൽ ലുഖ്മാനിലെ 34-ാമത്തെ ആയത്തിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, നാളെ നിനക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊന്നും നിനക്ക് പറയാൻ കഴിയില്ല. നിങ്ങൾ എവിടെ വെച്ച് മരിക്കുമെന്നും ഒരാൾക്കും അറിയാൻ കഴിയില്ല. അതെല്ലാം അറിയുന്നവൻ ഇന്നല്ലാഹ അലീമുൻ ഖബീർ. അലീമായ, എല്ലാം അറിയുന്ന, സർവജ്ഞാനിയായ, ഖബീറായ, സൂക്ഷ്മ നിരീക്ഷകനായ റബ്ബിനല്ലാതെ നമ്മുടെ കാര്യങ്ങളെ അറിയാൻ കഴിയില്ല. സഹോദരങ്ങളെ, ചിലപ്പോൾ നമ്മുടെ വീട്ടിനകത്തോ അല്ലെങ്കിൽ നമ്മളോ നിത്യം ഉപയോഗിക്കുന്ന ഒരു വസ്തുവാകാം നമ്മുടെ മരണത്തിന്റെ ഒരു ഹേതു. തലയിലേക്ക് തേങ്ങാക്കുല വീണുകൊണ്ട് ആ കുടുംബത്തിന്റെ നാഥൻ മരിച്ച വാർത്ത വായിച്ചു നിങ്ങൾ. ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചുകൊണ്ട് ആ വ്യക്തി മരിക്കുകയാണ്. മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി അതേ വീട്ടിലുള്ള ബക്കറ്റ് വെള്ളത്തിൽ വീണുകൊണ്ട് മരിക്കുന്നു. എത്രയെത്ര ദാരുണ സംഭവങ്ങളാ നമ്മൾ കേൾക്കുന്നത്. ഒന്നും എപ്പോഴാണെന്ന് പ്രവചിക്കാൻ നമുക്ക് കഴിയില്ല. അവധി വന്നാൽ ഓരോരുത്തരും ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കും. വലികുല്ലി ഉമ്മത്തിൻ അജൽ, എല്ലാ ഉമ്മത്തിനും അല്ലാഹു ഒരു അവധി വെച്ചിട്ടുണ്ട്. ഫഇദാ ജാ അജലുഹും, അവരുടെ അവധി വന്നാൽ, സമയമായാൽ, ലാ യസ്തഖിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ. അറാഫ് സൂറത്തിന്റെ 34-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയാണ്, ഒരു സെക്കൻഡ് നേരം, ഒരു അല്പസമയത്തേക്ക് ആ അവധി വന്നാൽ പിന്നെ പിന്നോട്ട് വലിക്കൂല. ഒരല്പസമയമാകാനുണ്ടെങ്കിൽ ഒരിക്കലും മുന്നോട്ടാവുകയുമില്ല. കൃത്യമായ സമയത്ത് അത് നടക്കും, മുഹൂർത്തത്തിൽ നടന്നുകൊണ്ടിരിക്കും. ആ മരണം ഇങ്ങനെ മനുഷ്യനെ ഇരുത്തി ചിന്തിപ്പിക്കാൻ ലോകത്ത് ഇന്നും എത്രയോ മനുഷ്യർ ഈ സംസാരത്തിന്റെ ഇടക്ക് മരിച്ചു പോയിട്ടുണ്ട്. ഈ ശ്വാസം ഒന്ന് നിലച്ചാൽ കഴിഞ്ഞല്ലോ നമ്മുടെ ജീവിതം. ഈ രക്തമൊന്ന് കട്ടപിടിച്ചൊന്ന് സഞ്ചരിക്കാതെ ആയാൽ കഴിഞ്ഞല്ലോ ജീവിതം. വിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുകയാണ്, ഒരു മനുഷ്യന്റെ മരണം ഒരു സ്ഥലത്തങ്ങ് തീരുമാനിച്ചാൽ അന്ന് അയാൾ അവിടേക്ക് എത്തിയിരിക്കും. അയാൾക്ക് ടിക്കറ്റ് കിട്ടും, അയാൾ പോകേണ്ടിടത്ത് അയാൾ പോയിരിക്കും. ഇദാ അറാദല്ലാഹ ഖബ്ല അബ്ദിൻ ബിഅർളിൻ, അല്ലാഹു ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് ഒരാളുടെ ജീവൻ പിടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ജഅല ലഹു ബിഹാ ഹാജ, ആ സ്ഥലത്തേക്ക് അവിടെ എത്താനുള്ള ഒരു ആവശ്യം അല്ലാഹു ഉണ്ടാക്കി കൊടുക്കും. അയാൾ എത്തിയിരിക്കും അവിടെ.
എന്തിന് എന്ന് നമ്മൾ ചോദിക്കരുത്. അവിടെ എത്താൻ, അവിടെയാണ് അയാളുടെ മരണം സ്ഥിരീകരിക്കുന്നെങ്കിൽ അവിടേക്ക് അയാൾ എത്തിപ്പെടും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെല്ലാം പഠിപ്പിച്ചു തന്നിട്ട് പ്രവാചകൻ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴെങ്കിലും മനസ്സിരുത്തി പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ എപ്പോഴെങ്കിലും ഇത്തരം ചരിത്രങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങളിൽ എന്റെ മനസ്സിനെ പിടിച്ചു കൊടുക്കുന്ന രൂപത്തിൽ ഒരു പ്രാർത്ഥന, റബ്ബി അല്ലാഹുമ്മ അല്ലാഹുവേ വജഅലിൽ ഹയാത സിയാദതൻ ലീ ഫീ കുല്ലി ഖൈർ, എന്റെ ജീവിതത്തിൽ എനിക്ക് എല്ലാ ഖൈറുകളും അധികരിപ്പിച്ച് തരണം പടച്ചോനെ. വജഅലിൽ മൗത റാഹതൻ ലീ മിൻ കുല്ലി ശർ, എന്റെ ജീവിതത്തിന്റെ അവസാനം, എന്റെ മരണമെന്നത് എല്ലാ ശർറുകളിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു മരണമാക്കി മാറ്റിത്തരണേ. പ്രാർത്ഥിക്കണം. വജഅലിൽ മൗത റാഹതൻ ലീ മിൻ കുല്ലി ശർ, എല്ലാ ശർറുകളിൽ നിന്നുമുള്ള മരണം ഉറപ്പാണ്. അത് ഒരു ദാരുണ മരണമാകാതിരിക്കാൻ, പെട്ടെന്നുള്ള മരണമാകാതിരിക്കാൻ, തൗബ ചെയ്യാതെ മരിക്കുന്ന അവസ്ഥ വരാതിരിക്കാൻ, ഏതെങ്കിലും ഒരു തിന്മക്ക് അടിമപ്പെട്ട് അങ്ങനെ മരിക്കാതിരിക്കാൻ. വജഅലിൽ മൗത റാഹതൻ ലീ മിൻ കുല്ലി ശർ, എല്ലാ ശർറിൽ നിന്നും രക്ഷപ്പെട്ട ഒരു മരണമാക്കി മനോഹരമായ മംഗളകരമായ ഒരു യാത്രക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. സമാധാനമടഞ്ഞ ആത്മാവേ, നീ റബ്ബിന്റെ തൃപ്തിയിലേക്ക് കടന്നുവാ, റബ്ബിന്റെ സന്തോഷത്തിലേക്ക് കടന്നുവാ എന്ന് സ്വർഗത്തിലേക്ക് ആനയിച്ച് ദുനിയാവിൽ നിന്ന് യാത്ര കൊണ്ടുപോകുന്ന മരണങ്ങളുണ്ട്. ആ സ്വപ്നം നമ്മുടെ മനസ്സിനകത്തുണ്ടാവേണ്ടതുണ്ട്. പല അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, വിമാന ദുരന്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, റോഡുകളിൽ വാഹനാപകടങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നു, വേദനയേറിയ രോഗങ്ങളും മരണരോഗങ്ങളുമൊക്കെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ബുദ്ധിയുള്ളവന്മാർക്ക് ഇത് ചിന്തിക്കാനും ഗുണപാഠം പാകാനുമുണ്ട്. ഇതൊന്നും മറ്റുള്ളവർക്ക് മാത്രമല്ല, എനിക്കും എൻ്റെ വീട്ടിലും എന്ന് പ്രതീക്ഷിക്കാവുന്ന രൂപത്തിൽ ഓരോരുത്തരും കരുതിയിരിക്കേണ്ടതുണ്ട്.